എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിങ്ക് പാലടയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മിക്സ് ഉണ്ടല്ലോ, പായസം മിക്സ്, അത് വെച്ചിട്ടാണ് നമ്മൾ പിങ്ക് കളറുള്ള പാലട തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സാധാരണ പാലടയുടെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട്, അതേപോലെ അടയില്ലാതെ പാലട പോലത്തെ പാലട പായസം വയ്ക്കുന്നതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഇതാ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ വിഷുവിന് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പായസം മിക്സ്, പാലടയുടെ പായസം മിക്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മുഴുവനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളിയിലോ അല്ലെങ്കിൽ കുറച്ച് ചൂടുകെട്ടുള്ള പാത്രത്തിലോ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുക്കർ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ 1/4 കപ്പ് തുടങ്ങി 1/2 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരും, അതേപോലെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഈ സമയത്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഇളക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ കളറ് മാറി വരുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുഴുവൻ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലും കളർ വരുത്താൻ നിൽക്കരുത്, അപ്പോൾ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാകം മതി, ഈ ഒരു ഗോൾഡൻ കളർ മതി നമുക്ക്. അപ്പോൾ ഇപ്പോഴും ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ ആദ്യമേ തന്നെ മുഴുവനും ചേർക്കരുത്, ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം. കാരണം ഇത് ക്യാരമൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് പെട്ടെന്ന് എല്ലാ പാലും കൂടി അങ്ങോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിക്കുക. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പോഴേ നമ്മൾ ഈ ക്യാരമൽ ചെയ്തെടുത്തിരിക്കുന്നത് കട്ടയായിട്ട് വരും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞാൻ മുഴുവൻ പാലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ക്യാരമൽ അടിഭാഗത്ത് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പച്ചവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ക്യാരമലൊക്കെ ഇവിടെ നന്നായിട്ട് ഈ പാലിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പാലടയുടെ പായസം മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു പാക്കറ്റ് മുഴുവനും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടിഭാഗത്ത് പോയിട്ട് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതാ പാലിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അതിൻ്റെ മൂടിയും വിസിലിട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് അടച്ച് വയ്ക്കുക. വിസിലിട്ടിട്ടുണ്ട്. ഇതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ നിങ്ങൾക്ക് ധൃതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഒരു വിസിൽ പെട്ടെന്ന് വരും. വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ പാല് മുഴുവനും പുറത്തേക്ക് തെറിച്ച് പോകും. അപ്പോൾ പാല് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ വിസിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനിപ്പോൾ നമ്മൾ തുറക്കരുത്. ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പായസം, അതിൻ്റെ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പിങ്ക് പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പായസം മിക്സ് വെച്ച് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പിങ്ക് പാലട പായസം മിക്സ് വെച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരു 20 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്